Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ബോർഡ് എക്സാമിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് us start. First question, the degree of the differential equation d square y by dx square whole cube plus dy by dx whole square plus dy by dx plus 1 is equal to 0. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ, അതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇവിടെ ഏതാ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഹയസ്റ്റ് ഓർഡർ അല്ലേ? സോ ഓർഡർ 2 ആണ്, അതിന്റെ പവർ കൺസിഡർ ചെയ്യുക 3. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 ആണ് ഡിഗ്രി ഓഫ് ദ ഇക്വേഷൻ. Next question, solve the differential equation dy by dx is equal to 1 plus x square into 1 plus y square. ഇത് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് ടേംസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് dy ഡിവൈഡ് ബൈ, നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ചെയ്യാറുള്ള പോലെ വൈയുടെ ടേംസ് ഒരു സൈഡിലും എക്സിന്റെ ടേംസ് ഒരു സൈഡിലും, എന്നിട്ട് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ എന്താ ചെയ്യാറ്? LHS and RHS ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കും. സോ ഇവിടെ dy ഡിവൈഡഡ് ബൈ 1 plus y square ഓക്കെ ഇസ് ഈക്വൽ ടു 1 plus x square into dx വരും. അപ്പോൾ ഇതിപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണുള്ളത്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 by 1 plus y square dy is equal to ഇന്റഗ്രൽ 1 plus x square dx. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 1 plus y square dy എന്ന് പറയുന്നത് എന്താ? tan inverse y ആണ്, നമുക്കറിയാം അല്ലേ? അപ്പോൾ ബേസിക്കലി ഇന്റഗ്രൽ a by a square plus x square dx, അല്ലെങ്കിൽ ജസ്റ്റ് a എന്ന് കൺസിഡർ ചെയ്യേണ്ട, കൺഫ്യൂഷൻ ആവും. ഇന്റഗ്രൽ suppose 1 divided by x square plus a square dx എന്ന് നമ്മൾ 1 by a tan inverse x by a ആണ്. ഇതാണ് ജനറൽ ഫോർമുല. അപ്പോൾ ഇവിടെ ഇപ്പോൾ a 1 ആണെങ്കിൽ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല അല്ലെ? ജസ്റ്റ് tan inverse x എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ x ന് പകരം y ആണ്. സോ ഇന്റഗ്രൽ 1 by 1 plus y square dy എന്താണ്? tan inverse y ആണ്. ഇനി RHSൽ ഇന്റഗ്രൽ 1 plus x square dx എന്ത് ചെയ്യും? ഓരോന്നിന്റെയും സെപ്പറേറ്റ് ഇന്റഗ്രൽ കാണും. ഇന്റഗ്രൽ 1 dx എന്താ? x ആണ്. ഇന്റഗ്രൽ x സ്ക്വയർ എന്താ? x cube by 3 plus c. Next question, write the degree of the differential equation 2 d square y by dx square plus dy by dx whole cube is equal to 0. കറക്റ്റ് ആൻസർ എന്താ വരിക? അപ്പോൾ തന്നെ ചാടിക്കറി 3 എന്ന് എഴുതി പോകരുത്, തെറ്റാണ്. കാരണം നമുക്ക് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ ആണ് വേണ്ടത്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അതിന്റെ പവർ 1 അല്ലേ? സോ ഡിഗ്രി എന്താണ് ആൻസർ? 1 ആണ് കറക്റ്റ് ആൻസർ. Next question, solve the differential equation dy by dx is equal to 2x by y square. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ y square dy is equal to 2x dx. ജസ്റ്റ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് yയുടെ ടേംസ് ഒരു സ്ഥലത്തും xയുടെ ടേംസ് അതർ സൈഡിലും, അപ്പോൾ എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്റഗ്രൽ y square dy എന്താ? ഇന്റഗ്രൽ 2x dx. അപ്പോൾ ഇന്റഗ്രൽ y സ്ക്വയർ എന്ന് പറഞ്ഞാൽ y ക്യൂബ് ബൈ 3 ആണ്. ഇന്റഗ്രൽ 2x എന്ന് പറയുന്നത് 2 into x സ്ക്വയർ ബൈ 2 അല്ലെ? പ്ലസ് c. ഈ 2 2 ക്യാൻസൽ ചെയ്ത x സ്ക്വയർ പ്ലസ് c, അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x into dy by dx minus y is equal to 2x square. അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോമുല എന്താണ്? ജനറൽ ഫോം എന്താണ്? dy by dx plus p into y is equal to q, where p and q എന്താ? ഫങ്ഷൻസ് ഓഫ് x ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? e raised to integral p dx ആണ്. അപ്പോൾ നമുക്ക് p വേണം അല്ലെ? സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ p എന്താ? ആദ്യം തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. കാരണം എന്താ? dy by dx ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ അത് ആക്കണമെങ്കിൽ ഈ x ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആയോ? സോ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? x ഡിവൈഡ് ചെയ്താൽ ഇവിടെ x by x 1 ആവും, ഇവിടെ മൈനസ് y by x വരും, ഇവിടെ 2x സ്ക്വയർ by x എന്ത് വരും? ഒരു x ഉം ക്യാൻസൽ ചെയ്താൽ x 2x വരും. ക്ലിയർ ആയല്ലോ? സോ നമ്മുടെ ഇക്വേഷൻ എന്തായി? dy by dx minus y by x equal to 2x. ഇനി നമ്മൾ ജനറൽ ഫോം ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ p into y അല്ലേ? അപ്പോൾ അതായത് മൈനസ് 1 by x ആണ് p ഉള്ളത്. ഇതാണ് q. ഓക്കെ, ഇപ്പൊ നമുക്ക് p ആണ് ആവശ്യം, കാരണം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്യൂവും കണ്ടുപിടിച്ചിട്ട് സൊല്യൂഷൻ എഴുതിയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. സോ e raised to integral p dx, അതായത് e raised to integral minus 1 by x dx. ഇപ്പോൾ ഇന്റഗ്രൽ 1 by x dx എന്ന log x ആണ്, ഒരു മൈനസ് ഉണ്ട്. സോ നമുക്കറിയാം e raised to minus log x എന്ന് പറയുന്നത്, മൈനസ് log x പറഞ്ഞാൽ എന്താ? log of 1 by x ആണ്. log of 1 by x ആണ്. ഇനി e raised to log of ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ തന്നെയാണ്, അതായത് 1 by x തന്നെയാണ് ആൻസർ വരിക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ.
Next question, find the general solution of the differential equation dy by dx minus y is equal to cos x. Okay, അപ്പോൾ നമ്മുടെ അടുത്ത് ജനറൽ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇത് അഗെയിൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ആയിട്ട് കമ്പയർ ചെയ്യാം. dy by dx plus py is equal to q. അപ്പോൾ p എന്താണ്? മൈനസ് 1 ആണ് p എന്ന് പറയുന്നത് ഇവിടെ അല്ലേ. q എന്ന് പറയുന്നത് cos x ആണ്. അപ്പോൾ p is equal to minus 1, q equal to cos x കിട്ടി. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? e raised to integral p dx. അതായത് e raised to integral minus 1 dx. That is e raised to minus x. ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി സൊല്യൂഷൻ ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ? y into integrating factor is equal to integral of q into integrating factor dx. ക്ലിയർ ആയല്ലോ? സോ y into e raised to minus x എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് നമുക്ക് q എന്ന് പറയുന്നത് cos x ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക dx. ഇനി y into e raised to minus x is equal to, ഇത് നമ്മൾ ഇതേപോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ബട്ട് അതിനേക്കാൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ഇന്റഗ്രൽസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്റഗ്രൽ ഓഫ് e raised to ax cos bx dx can be written as e raised to ax by a square plus b square into b sin bx plus a cos bx. അപ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഈ സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ഇന്റഗ്രൽ e raised to ax sin bx ന്റെ ഉണ്ട്, അതും കൂടി പഠിച്ചു വെക്കുക. ഈ ഒരു ഫോർമുല കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഫോർമുല എന്താണെന്ന് സൈഡിൽ എഴുതി വെക്കാം, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ RHSൽ എന്താ? cos x into e raised to minus x dx ആണ്. അതും കമ്പയർ ചെയ്യാം. ഈ ജനറൽ ഫോം ഇതും കമ്പയർ ചെയ്താൽ a എന്ത് കിട്ടും? e raised to ax, ഇവിടെ e raised to minus x. അപ്പോൾ a is equal to minus 1. ഇനി cos bx, അതായത് x ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്. സോ a is equal to minus 1 ഉം b is equal to 1 ഉം. ഇനി നമുക്ക് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഇന്റഗ്രൽ e raised to minus x cos x dx നെ എങ്ങനെ എഴുതാം? അതായത് ഈ ഒരു ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. e raised to ax, അതായത് e raised to minus x ഡിവൈഡഡ് ബൈ a സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ല, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഇൻറ്റു b എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് a എന്ന് പറയുന്നത് മൈനസ് 1 ആണ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഉള്ള കിട്ടും. ഡി എക്സ് അല്ല, സോറി, sin x minus cos x കിട്ടും. ക്ലിയർ ആയല്ലോ? സോ e raised to minus x divided by ഈ ഡിനോമിനേറ്റർ ടേം എന്താ വരിക? മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 ആണ് വരിക. സോ e raised to minus x by 2 into sin x minus cos x plus c. അപ്പോൾ ഈ ഒരു ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടും. Next question, find the order and degree of the differential equation ds by dt whole raised to 4 plus 3 into d square s by dt square is equal to 0. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് ഇതിൽ ഏറ്റവും ഓർഡർ ഡിഗ്രിയും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് d square s by dt square അല്ലേ. അപ്പോൾ ഓർഡർ എന്താ? 2 ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, സോ ഓർഡർ 2. ഡിഗ്രി, അപ്പോൾ ഈ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ നോക്കുക, 1 ആണ്. അപ്പോൾ അതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഓർഡർ 2 ഡിഗ്രി 1 നമുക്ക് കിട്ടി. ഇനി അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to 1 plus x square into 1 plus y square. ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ again റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് റെഫർ ടു ദാറ്റ്. tan inverse y is equal to x plus x cube by 3 plus c എന്ന സൊല്യൂഷൻ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the general solution of a differential equation contains 3 arbitrary constants. Then what is the order of the differential equation? അപ്പോൾ നമുക്കറിയാം ഈ ആർബിട്രറി കോൺസ്റ്റൻസ് എത്ര എണ്ണം ഉണ്ടോ അത്രയും ടൈംസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ആർബിട്രറി കോൺസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യേണ്ടത്, ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. സോ 3 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? 3 ടൈംസ് എന്തായാലും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ. സോ അത് കാരണം ബി 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ y is equal to e raised to minus 3x is a solution of the differential equation d square y by dx square plus dy by dx minus 6y equal to 0. അപ്പോൾ നമുക്ക് y is equal to e raised to minus 3x സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആകെ കൂടിയുള്ള ഓപ്ഷൻ എന്താ? തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷനിലെ, അതായത് y is equal to e raised to minus 3x,
അത് 2 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് dy/dx കാണണം, d²y/dx² കാണണം. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് y = e⁻³ എന്താണ്, സൊല്യൂഷൻ ആണ്. അപ്പൊ ആദ്യം തന്നെ dy/dx കാണാം. അപ്പൊ എന്ത് വരും, -3 × e⁻³ വരും അല്ലെ. ഇനി again ഡിഫറൻഷിയേറ്റ് ചെയ്യാം, d²y/dx². -3 വീണ്ടും -3 × e⁻³ വരും. മൈനസും മൈനസും പ്ലസ് ആവും, 3 × 3 9. അപ്പൊ 9 × e⁻³x. അപ്പൊ ഈ രണ്ട് ടേംസ് കിട്ടി അല്ല. 9 × e⁻³ ഉം dy/dx എന്ന് പറയുന്നത് -3 × e⁻³ ഉം. ഇനി -6y ഉണ്ട്. y എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് e⁻³ ആണെന്നറിയാം. സോ e⁻³ അപ്പൊ ഇത് രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ -9 × e⁻³ വരും അല്ലെ. ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഓൾറെഡി 9 × e⁻³ ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ടേം ഇതാണ് കിട്ടിയത്. സോ ഇത് രണ്ടും ക്യാൻസൽ ആയാൽ ആൻസർ എന്താ, 0. അപ്പൊ അത് പ്രൂവ് ചെയ്തു അല്ലെ. അതായത് y = e⁻³ എന്താണ്, സൊല്യൂഷൻ ആണ്. e⁻³ is a solution. Last question. Form the differential equation corresponding to the curve y = m × x. അപ്പൊ നമുക്ക് y = mx ആണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു കർവിന്റെ ഒരു ഇക്വേഷൻ. അതിൽ നിന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, dy/dx കാണാം. അപ്പൊ m ഒരു ആർബിട്രറി കോൺസ്റ്റന്റ്, m × x ന്റെ ഡെറിവേറ്റീവ് എന്താ, 1 ആണ്. സോ dy/dx = m കിട്ടി. ഇനി തിരിച്ച് പ്രീവിയസ് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് y = ഇപ്പൊ ആർബിട്രറി കോൺസ്റ്റന്റ് നമ്മൾ റിമൂവ് ചെയ്യണം അല്ലെ. എന്നിട്ട് ഇൻ ടേംസ് ഓഫ് y and x റീപ്ലേസ് ചെയ്യണം. അപ്പോൾ y = m × x ല് m നെ നമുക്ക് എന്താ കിട്ടിയത്, dy/dx കിട്ടി. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y = x × dy/dx. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് x ആണ്. Next question, solve dy/dx plus y/x is equal to x². ഇത് again linear differential equation ന്റെ ഫോം ആണ്. അപ്പോൾ ജനറൽ ഫോം എന്താണ്, അതായത് dy/dx plus p × y is equal to q. അപ്പോൾ അതിൽ p എന്ന് പറയുന്നത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 1/x ആണ്, y യുടെ കോഎഫിഷ്യന്റ്. അപ്പോൾ 1/x. q എന്ന് പറയുന്നത് RHS ലെ ടേം, അതായത് x². ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. e⁻∫p⁵dx, അതായത് e⁻1/x dx. സോ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതായത് e⁻1/x dx എന്താ, log x ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ e⁻log of a function എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ തന്നെയാണ് x. അതുകൊണ്ടാണ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് e⁻1/x dx നെ x എന്ന് എഴുതിയത്. ക്ലിയർ ആയോ. ഇനി നമ്മുടെ സൊല്യൂഷൻ ജനറൽ ഫോം എഴുതാം. അതായത് y × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ദാറ്റ് ഈസ് y × x. x അല്ലേ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയത്. y × x is equal to RHS ൽ എന്താ വരിക, ഇന്റഗ്രൽ ഓഫ് q × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ × dx plus c. അതായത് ഇന്റഗ്രൽ ഓഫ് q എന്ന് പറയുന്നത് എന്താണ്, x² ആണ്, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ x ആണ്, dx plus c. ഇപ്പോൾ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, അതായത് ഇവിടെ മൈനസ് ഒന്നുമില്ല, ഇത് ആക്ച്വലി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇന്റഗ്രൽ ഓഫ് x² × x × dx plus c ആണ്. അതായത് ഇന്റഗ്രൽ x³ dx plus c കിട്ടും അല്ലെ. ഇന്റഗ്രൽ ഓഫ് x³ എന്താ, x⁴/4 plus c. LHS ൽ x × y ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ x × y അല്ലെങ്കിൽ y × x is equal to x⁴/4 plus c. താങ്ക് യു.